ഒരു പരിഹാരവും ഉണ്ടായില്ല. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഇതിനൊക്കെ പരിഹാരമുണ്ടാകും. കള്ള് കച്ചവടക്കാരൻ പാർട്ടിയുടെ മർമ്മസ്ഥാനത്ത് ഇരുന്നുകൂടാ. കള്ള് വേണം കച്ചവടം ചെയ്തോട്ടെ, കള്ളിൽ സ്പിരിറ്റ് കലക്കി കച്ചവടം ചെയ്യരുത്. അത് വലിയ തെറ്റല്ലേ? അത് ചെയ്യാൻ പാടില്ല. സ്പിരിറ്റ് കടത്തുന്നതിന് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഏജന്റുമാരായി അതിന്റെ കണ്ണിയായി പ്രവർത്തിക്കാൻ പാടില്ല. സഖാക്കളെ ക്രൂരമായി വേട്ടയാടുന്നു. നോക്കണം, ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഒരു പരിഹാരം കാണാം എന്ന് വിശ്വാസമർപ്പിച്ച് വർഷങ്ങളോളം കാത്തിരുന്ന് മടുത്ത് ഇനിയും ക്ഷമിക്കാൻ സാധ്യമല്ലാത്ത ഉശിരുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ രോഷപ്രകടനമാണ് ഈ കൺവെൻഷനിൽ പതഞ്ഞു പോകുന്നത്. ഈ വികാരത്തെ അവഗണിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ഈ കൺവെൻഷൻ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പോ സഖാക്കളോട് ചോദിച്ചപ്പോ പറയുന്നത്, ഇത് കേവലം ഒരു കൂട്ടായ്മയാണ്, ഒരു പാർട്ടിക്ക് രൂപം കൊടുക്കുന്നതല്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിദ്ധരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. കാരണം ഈ അനീതി വെച്ചു ഉറപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ അനീതിക്കെതിരായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതേസമയം വേറൊരു കാര്യം ഞാൻ പറയാം. ഈ ലോകത്ത് ഇങ്ങനെ ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ടാകും, അത്ര അസാമാന്യ കഴിവുള്ള ആളാണ്. ഇയാൾ കഴിവുകൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പൊ 2 സഖാക്കളെ തമ്മിൽ മാനസികമായിട്ട് നല്ല യോജിപ്പോട് കൂടി ഇയാൾ 2 തവണ കണ്ടാണ്. 3ാമത്തെ ദിവസം കുറച്ച് കണ്ടുവരാൻ ഞാൻ സംസാരിക്കുന്നത് കണ്ട 3ാം ദിവസം ചത്തുപോയത്. എന്താണ് ഈ ടെക്നിക്ക്? പാർട്ടി കമ്മിറ്റികളിലേക്ക് പോകും, പാർട്ടി ഏരിയ കമ്മിറ്റികളിൽ ഇയാൾ പങ്കെടുക്കും, പാർട്ടി ലോക്കൽ കമ്മിറ്റികളിൽ പങ്കെടുക്കും. യോജിപ്പോട് കൂടി നിന്നിരുന്ന സഖാക്കളെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല, ആരോപണങ്ങൾ കൊണ്ടുവരികയാണ്. ആ കമ്മിറ്റിയിൽ നിന്ന് ആരോപണം വരണമെങ്കിൽ അവിടെ നിന്ന് സഖാക്കൾ ഉന്നയിക്കണ്ടേ? അവിടെ നിന്ന് പറയില്ല. അതിന് പകരം ഇദ്ദേഹം അങ്ങോട്ട് പറയുകയാണ്.